ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി യുവാക്കളും യുവതികളും മാത്രമല്ല വൃദ്ധന്മാർ കൂടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷേ ഇങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പോകുന്നവർക്കെല്ലാം ഇതാ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട സംഭവം തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. പലരും ഞടുക്കത്തിലാണ്. ഇനി ചെയ്ത ആളുകൾ മാത്രമല്ല, ചെയ്യാൻ പോകുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ടതായ ഒരു എപ്പിസോഡാണ് ഇന്ന് പങ്കുവെക്കുന്നത്. തലമുടി പലതരത്തിൽ പല കോലങ്ങളും കാട്ടി അതിന് കൂടുതൽ മിഴിവ് നൽകുന്നതിനാണ് പലർക്കും താല്പര്യം. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും ഇപ്പോൾ ഇക്കൂട്ടത്തിൽ മുൻപിൽ നിൽക്കുകയാണ്. ഗൾഫ് ഗേറ്റ് തുടങ്ങി വച്ച ഒരു തലമുടി വിപ്ലവം, പല തരത്തിലുള്ള പുതിയ തലമുടി പരീക്ഷണങ്ങൾക്ക് കേരളവും വേദിയായി കൊണ്ടിരിക്കുകയാണ്. ചില്ലറ തുകയൊന്നുമല്ല പലരും ഇതിനു വേണ്ടി മുടക്കുന്നത്. വലിയ തുക തന്നെ മുടക്കി ഇത്തരത്തിൽ മുടിയിൽ പല കോപ്രായങ്ങൾ കാണിക്കുന്നവർക്കെല്ലാമാണ് ഇപ്പോൾ എറണാകുളത്ത് നടന്ന ഈ സംഭവം പുതിയ ഒരു ഉൾക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃത്രിമ മുടി വെച്ചുപിടിപ്പിക്കൽ ചികിത്സയെ തുടർന്ന് അണുബാധയേറ്റ ഒരു യുവാവ് ഗുരുതരാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കൊച്ചിയിൽ നിന്നുള്ള റിപ്പോർട്ട്. എറണാകുളം പനമ്പള്ളി നഗർ ഇൻഡസൈറ്റ് ഡെർമ ക്ലിനിക്കിലെ ഡോക്ടർ ശരത് കുമാർ എന്ന 45 വയസ്സുകാരനും അവിടെയുള്ള ജീവനക്കാരൻ ഗോകുൽ എന്ന 40 വയസ്സുകാരനും കണ്ടാലറിയുന്ന ഒരു സ്ത്രീയുമാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ എത്തിയിരിക്കുന്നത്. ഇവർക്കെതിരെ ഇപ്പോൾ പോലീസ് സൗത്ത് സ്റ്റേഷൻ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ഈ പരാതിയെ തുടർന്ന് പരിശോധനയ്ക്ക് പോലീസ് എത്തിയപ്പോഴാണ് സ്ഥാപനം കുറച്ച് ദിവസങ്ങളായി അടച്ചിട്ടിരിക്കുകയാണെന്ന് ബോധ്യപ്പെട്ടത്. പ്രതികളെല്ലാം ഒളിവിൽ പോവുകയും ചെയ്തു. എളമക്കര കീർത്തി നഗറിൽ താമസിക്കുന്ന ചെറായി ചെറുപറമ്പിൽ സനിൽ എന്ന 49 വയസ്സുകാരനാണ് മുടി വെച്ചുപിടിപ്പിച്ച് കൂടുതൽ സൗന്ദര്യ വർധനവിന് വേണ്ടി ഈ ക്ലിനിക്കിൽ എത്തിയത്. ഫെബ്രുവരി 26, 27 തീയതികളിലാണ് പനമ്പള്ളി നഗറിലെ ക്ലിനിക്കിൽ മുടി വെച്ചു പിടിപ്പിച്ചതും. മാർച്ച് ആദ്യം തന്നെ വേദന തുടങ്ങി, പിന്നീട് ചൊറിച്ചിലും ബാധിച്ചു. വൈകാതെ അസഹനീയമായ തലവേദന ഈ സനിലിന് അനുഭവപ്പെടാൻ തുടങ്ങി. ഇതോടുകൂടി സനിൽ ഈ സ്ഥാപനത്തിൽ ഓടിയെത്തിയെങ്കിലും ആകെ ഈ സ്ഥാപനം അഡ്വൈസ് ചെയ്തത് ഏതെങ്കിലും പെയിൻ കില്ലർ ടാബ്ലറ്റുകൾ ഉപയോഗിക്കാനായിരുന്നു. മറ്റ് യാതൊരു തരത്തിലുള്ള താല്പര്യവും ഈ ക്ലിനിക്കുകാർ എടുത്തതുമില്ല. സ്ഥിതി ഗുരുതരമായപ്പോഴാണ് സനിൽ സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് ചികിത്സ തേടിപ്പോയത്. മുടി വെച്ചുപിടിപ്പിച്ച സ്ഥലത്ത് തന്നെ അണുബാധയും അവിടുത്തെ മാംസം തിന്നുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യവും തുടർന്നുള്ള പരിശോധനയിൽ കണ്ടെത്തുകയുണ്ടായി. തലയിൽ ഉണ്ടായിരുന്ന ചർമ്മം ഏറെയും നഷ്ടപ്പെടുകയും ചെയ്തു. നിരവധി തവണ പലതരത്തിലുള്ള ശസ്ത്രക്രിയയ്ക്ക് ഈ പാവം സനിൽ വിധേയനാകേണ്ടിയും വന്നു. തലയിലെ പഴുപ്പ് വലിച്ചെടുക്കുന്ന ഒരു പ്രത്യേക ഉപകരണം ഘടിപ്പിച്ചിട്ടാണ് ഈ മനുഷ്യൻ ഇപ്പോൾ കഴിയുന്നതും. ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇദ്ദേഹത്തിന് ഇനിയും ഓപ്പറേഷൻസ് വേണ്ടി വരും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ അറിയേണ്ടത്, ഇങ്ങനെ കൃത്രിമ തലമുടി വെച്ചു പിടിപ്പിക്കാൻ ഈ സനിൽ മുടക്കിയ തുക എത്രയാണെന്നുള്ളതാണ്. 54,500 രൂപയാണ് സനലിന് ഇത് കൊടുക്കേണ്ടി വന്നത്. ഈ തലമുടി വെച്ചു പിടിപ്പിക്കുന്നതിനുള്ള ഫീസായി കൊടുക്കേണ്ടി വന്നത്. ഏകദേശം 3,500 മുടിയാണ് പുതിയതായി ഈ ക്ലിനിക്കുകാർ ഇദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചു പിടിപ്പിച്ചത്. ഡോക്ടർ യഥാർത്ഥത്തിൽ ഹൈദരാബാദുകാരനാണ്. ഇതുവരെ ഈ മനുഷ്യൻ ഇതിനെ തുടർന്ന് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക്
ചികിത്സ ഇനത്തിൽ ചെലവാക്കിയത് കേട്ടാൽ നിങ്ങൾ ഞെട്ടരുത്. 10 ലക്ഷം രൂപയോളം ചെലവഴിച്ച് കഴിഞ്ഞു. ഇനി ഈ വാർത്ത സനിലിൻ്റെ പുറത്ത് വരാൻ തുടങ്ങിയതിന് ശേഷം നിരവധി പരാതികളാണ് സൗത്ത് പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് കേരളമെമ്പാടും പടർന്നു പിടിച്ച പുതിയ ഒരു ക്ലിനിക്കിൻ്റെ സംഭാവനയാണ് കൃത്രിമ മുടി ഈ തലയിൽ വെച്ചു പിടിപ്പിക്കുക എന്നുള്ളത്. ഈ ഗൾഫ് ഗേറ്റ് ചെയ്യുന്നത് അതല്ല. ഗൾഫ് ഗേറ്റ് കൃത്രിമ മുടി ഉണ്ടാക്കി അത് തലയിൽ പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് വലിയ അലർജികൾ ഉണ്ടാക്കുന്നതുമല്ല. തലയിലെ ഭാഗങ്ങൾ അതിനുവേണ്ടി തുരക്കുകയോ അതിൽ മുടി നട്ടുപിടിപ്പിക്കുകയോ ഈ ഗൾഫ് ഗേറ്റുകാർ ചെയ്യുന്നില്ല. പകരം അവർ കൃത്രിമ മുടി ഒരു പ്രത്യേക രീതിയിൽ തലയിൽ വെച്ചു പിടിപ്പിക്കുന്ന വിഗ്ഗായി നൽകുകയാണ് ചെയ്യുന്നത്. വിഗ് എന്ന് പറയുമ്പോൾ ശരിക്കും തലയോട്ടിയിലൊന്നും അതിൻ്റെ റിയാക്ഷൻസ് ഉണ്ടാകുന്നുമില്ല. അതുകൊണ്ട് ഗൾഫ് ഗേറ്റുകാർക്കെതിരെ പരാതികളും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ സംഭവിച്ചത് മുടി വെച്ചു പിടിപ്പിക്കലാണ്. തലയിലെ കഷണ്ടിയുള്ള ഭാഗത്തൊക്കെ പുതിയ മുടി എണ്ണം പറഞ്ഞു വെച്ചു പിടിപ്പിക്കും. എത്ര എണ്ണമാണോ വെച്ചു പിടിപ്പിക്കുന്നത് അതിൻ്റെ ഫീസ് ഈടാക്കുകയും ചെയ്യും. അറിയുക, നമ്മുടെ ശരീരത്ത് കൃത്രിമമായി ഒരു കാര്യം നട്ടു വളർത്താൻ വേണ്ടി തുനിഞ്ഞാൽ ഇതൊക്കെയായിരിക്കും കിട്ടുന്ന റിസൾട്ട്. ഇത് ഇപ്പോൾ പുറത്തറിഞ്ഞതുകൊണ്ട് മാത്രം ആളുകളൊക്കെ ഇനി ഈ പരിപാടി ഉപേക്ഷിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. എന്നാലും ഇത് അറിഞ്ഞാൽ മാത്രമല്ലേ അങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ദയവായി ഇത്തരം വാർത്തകൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. ഉള്ള സൗന്ദര്യം മതി എന്ന് തീരുമാനിക്കുകയും ചെയ്യുക. കഷണ്ടിയാണെങ്കിൽ കഷണ്ടി തന്നെ എന്ന് പറഞ്ഞ് അംഗീകരിക്കുക. അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള എടുത്തുചാട്ടങ്ങൾക്ക് നമുക്ക് പോകേണ്ടി വരികയും തുടർന്നുള്ള മാനനഷ്ടവും ധനനഷ്ടവും പിന്നീട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന ഓപ്പറേഷൻസിൻ്റെ എണ്ണവുമൊക്കെ കുറയ്ക്കാൻ നമുക്ക് കഴിയും എന്ന് മനസ്സിലാക്കുന്നതാണ് ശരിക്കും ബുദ്ധിയും വിവേകമുള്ള ആളുകൾ ചെയ്യേണ്ടത്. ഇത് ഒരു സംഭവമല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസിൻ്റെ പക്കൽ എത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി പരാതികളാണ്. ഇത് മാനഹാനി ഭയന്ന് ആരും അത് ഓപ്പണായി ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സംഭവം നടന്നാൽ തുടർന്ന് പരാതികൾ എത്തുകയും ചെയ്യും. നമ്മുടെ പണത്തട്ടിപ്പിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നതും ഇത് തന്നെയാണ്. പലരും ഭയന്ന് പുറത്തു പറയൂല. ഭയക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം മാനഹാനി തന്നെയാണ്. എന്തായാലും സംഭവിച്ചു പോയി, ഇനി ആരും അറിയണ്ട. തൻ്റെ കഷണ്ടി ഇല്ലാതാക്കാൻ വേണ്ടി താൻ കൃത്രിമ മുടി വെക്കാൻ പോയി എന്ന് ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും അറിയുന്നതിൽ അപമാനം ഭയന്നാണ് ഈ സനിൽ ഉൾപ്പെടെ പലരും പറയാതിരിക്കുന്നത്. ഇപ്പോൾ സനിൽ അക്കാര്യത്തിൽ ഒരു ധൈര്യം കാണിച്ചു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇനി പോലീസിൻ്റെ വലയിലാവുകയും ചെയ്യും.